ശിവശിവ, രാജാവിനെ അവഹേളിച്ചപ്പോ ഈ ജ്ഞാനം ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലകയിലെത്തി എന്നെ ആ നാശത്തിൽ നിന്ന് പിടിച്ചുയർത്തി മാന്യമായ ഒരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചതിന് മനസ്സു നിറയെ ആദരവാണ് എനിക്ക്. എന്നിട്ട് ഇത് കേട്ട് ശങ്കരൻ കളഞ്ഞു. രാജാവിന്റെ അംഗീകാരം നേടിയിട്ടുള്ള പ്രമാണികളായി പറയുന്നത് അത് ഓർമ്മിക്കുന്നു. ഒട്ടാര വലയങ്ങളിൽ അങ്ങ് വിലയുണ്ട്. എന്നെ പെരുന്നോലപ്പ പൊൻവളയ്ക്ക് പകരം വാര്യത്ത് കിട്ടുന്നത് കൈവിലങ്ങാകുമോ? എന്തിനാ ശങ്കര ഇത്ര കടത്തി പറയുന്നത്? ഒരു ചെറിയ തമ്പുരാനെങ്കിലും സേവിച്ചിട്ടുള്ളവനെ ഞാൻ രാജകോപം ഉണ്ടാക്കത്തക്ക മൗഢ്യം ഞാൻ കാണിക്കുമോ? മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവതാരമാണെന്ന് വാഴ്ത്തിയില്ലേ? വിഷ്ണു ഭഗവാന്റെ മഹാവതാരമെന്ന് അത് തവണ സ്തുതിയാണ് പോലും. ശിവശിവ, പൊന്നു തമ്പുരാൻ, ഭഗവാന്റെ അവതാരം തന്നെയാ. അത് കമലസ്തുതിയാണ് പോലും അല്ലേ? ഈ കവിത ആദ്യ രൂപം മുതൽ ശങ്കരന് വായിച്ചിട്ടോ? എന്തെങ്കിലും അപകടം ഇന്നോളം ചൂണ്ടിക്കാണിച്ചു? ഞാനും വായിച്ചല്ലോ. എവിടെ കവടസ്തുതി? ഇല്ല, ഞാനും കണ്ടില്ല, ശങ്കരനും കണ്ടില്ല. പക്ഷെ അഷ്ടാന കവികൾ കണ്ടെത്തി. അതാണ് കുഴപ്പം. കൊട്ടാരത്തിലെ എഴുത്തുമുറയിലാണ് എനിക്ക് പണിയെന്നറിയില്ലേ? എല്ലാ നീക്കങ്ങളുടെ അളവ് അപ്പൊ കിട്ടുവരിക്ക്. ശങ്കര, ഇതാ വായിക്ക. ശങ്കര, വായിച്ചു നോക്കൂ. വാനവർക്ക് നിറവോളം അമൃതമുണ്ട ഭഗവാൻ. കൃഷ്ണ ഭഗവാനെ, ഇനി അങ്ങയെ ഞാൻ കൊച്ചാക്കിയെന്നും പരാതി വരുമോ? പൊന്നു തിരുമേനിയുടെ നിയോഗമനുസരിച്ച് പാട്ടിനു വേണ്ട വിഷയം തിരഞ്ഞപ്പോൾ കുചേലവൃത്തത്തിന്റെ ചിന്ത താനേ മനസ്സിൽ ഒന്നുദിച്ചു. നാട്ടിനെ നന്നാക്കിയത് ഓർത്താൽ അത് ജയസ്തംഭം. നാട്ടുമീ നവാവതാരം. ശങ്കര, മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ വീരകൃത്യങ്ങൾ കേട്ടും വായിച്ചു പറഞ്ഞപ്പോൾ ഒരു അവതാര ശക്തിയുള്ള പുരുഷനാണെന്ന് തോന്നുന്നത് തന്നെ ചെയ്തു. മാലോഹരെ, ഈ വണ്ണം ഓർക്കും. ഈ വണ്ണം രചനാപരിചയം കുറഞ്ഞ ഒരു കവിയാണ് ഞാൻ. സത്യസത്യമായി എന്റെ മനസ്സിൽ തോന്നിയത് മാത്രം ഞാൻ പകർത്തി, അല്ലാതെ ആരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. മഹാരാജാവിൽ നിന്നും വലിയ പാരിതോഷികങ്ങൾ കിട്ടാൻ മനഃപൂർവ്വം കപടസ്തുതി നടത്തിയതാണെന്നും അതിൽ അമ്പേ പരാജയപ്പെട്ടുവെന്നുമാണ് ആരോപണം. ആരോപിക്കേണ്ട കാര്യം മാർത്താണ്ഡവർമ്മ രാജാവിനോളം തലയെടുപ്പുള്ള ആരോഗ്യ നാട്ടിൽ നയതന്ത്ര കുശൽ അനുയായികൾക്ക് കാണപ്പെട്ട ദൈവം. എന്റെ വാര്യെ, ഞാനും ശരിവെക്കുന്ന സത്യങ്ങൾ തന്നെ ഇതൊക്കെ. പക്ഷെ ഒരു അവതാരം എന്ന് പറഞ്ഞു വാഴ്ത്തുവാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു? ശത്രുക്കളെ വധിച്ചതും കോട്ടകൾ പണിതതും ക്ഷേത്രം അടിച്ചു പണിതതും മാത്രം മതിയോ അവതാര പുരുഷനാകാൻ? ചോദ്യം. ഇപ്പുറത്ത് കൃഷ്ണ ഭഗവാന്റെ അവതാരം എന്ന് വാഴ്ത്തുന്നത് വായിച്ചിട്ട് അപ്പുറത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ അവതാരം എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് വായിക്കുമ്പോ കഴമ്പില്ലാത്തതായി തോന്നുന്നു എന്നാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇത് പാരായണം ചെയ്തപ്പോ എനിക്കുണ്ടായി ഇതേ സംശയം. എന്റെ ഭാര്യരെ, അവതാരം എന്ന് വാഴ്ത്തിയിരിക്കുന്ന ഈ ഭാഗം അങ്ങ് വെട്ടിക്കളയുക. ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും കൂടിക്കാഴ്ചകൾ കാവ്യഭംഗിയോടെ വിസ്തരിച്ചിട്ടുണ്ടെന്ന് ഇക്കൂട്ടർ സമ്മതിക്കുന്നുണ്ട്. ശങ്കര, ചില ഭാഗങ്ങളിൽ എന്റെ രചനയ്ക്ക് വിലക്കുറവുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പഥഘടനയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. പക്ഷേ ദിവസങ്ങൾ ധ്യാനിച്ചുണ്ടാക്കിയ ഈ കൃതിയുടെ ഒരു ഭാഗം വെട്ടിക്കളയാൻ ഞാൻ തയ്യാറല്ല. വെട്ടിക്കളഞ്ഞേ മതിയാവൂ. ആസ്ഥാന കവികളുടെ ദുഷ്പ്രചരണത്തിന്റെ ശക്തി വർദ്ധിച്ചു വരികയാണ്. പലരും അതിനെ പിന്താങ്ങും, വ്യക്തിഹത്യയ്ക്കും തുനിഞ്ഞേക്കും. ഏതു സമയവും തമ്പുരാൻ കാവ്യം കൽപ്പിച്ച് ആവശ്യപ്പെടും. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പാഞ്ഞു വന്നേ. എന്റെ ഭാര്യ കടുംപിടി ഉപേക്ഷിക്കൂ. എന്റെ ഭാര്യ കടുംപിടി ഉപേക്ഷിക്കൂ. ഭാര്യ എന്നെ കരുതി, അങ്ങയുടെ കുടുംബത്തെ കരുതി
അതങ്ങ് കത്തിച്ചു. എന്റെ കൃഷ്ണ, ഒരു കാവടിയും ഞാൻ കാണിച്ചിട്ടില്ല. വരും തലമുറ അങ്ങനെ വിധിച്ചേക്കുമെന്നും ഞാൻ ഭയക്കണില്ല. എങ്കിലും എന്റെ ശങ്കരന് വേണ്ടി, ദാരിദ്ര്യത്തിൽ കഴിയുന്ന എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ ദ്രോഹം, എന്റെ ഉള്ളറിൽ നിന്ന് വഹിക്കുന്നപ്പ കൃഷ്ണ രക്ഷിക്കണേ. ദേവാസ്വാമി, ഒരാളായിട്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നു. അതിനു മുമ്പ് ഈ മൂഢകർമ്മം ചെയ്തു കളയുമെന്ന് ഞാൻ ഭയന്നു. ഏത് കർമ്മത്തെ ഉദ്ദേശിച്ചാണ്? ഗ്രന്ഥത്തിന്റെ ആ ഭാഗം നശിപ്പിക്കുന്ന കർമ്മം. യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ ശങ്കരനെ കണ്ടത്. വിയർത്ത് തളർന്ന് പാഞ്ഞു കയറുന്നു. കണ്ടപ്പോഴേ തോന്നി എന്ത് പന്തിയോടുണ്ട്. ചോദിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. എന്നെ ശകാരിക്കരുത്, ശകാരിക്കരുത്. സ്വന്തം ശിശുവിന്റെ ഒരു അവയവം അരിഞ്ഞു കളയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വേദനയോടെ എന്തിനൊരു വേറെ ആത്മാർത്ഥത ഇല്ലാതെയാണ് നിങ്ങൾ അത് എഴുതിയതെങ്കിൽ അത് മൊത്തം എന്റെ മുമ്പിൽ വെച്ച് കത്തിച്ചു കളയണം. അതല്ല, നിങ്ങൾ ഉള്ളിൽ തട്ടി എഴുതിയത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ മേലാണെങ്കിൽ കർശനമായി ഞാൻ തുടങ്ങി. ഞാൻ ഭയന്നിട്ട് ചെയ്യുന്നതല്ല. ഭീഷണിക്ക് വഴങ്ങേണ്ട കാര്യമില്ല. ഈ രചനയിൽ കപട വിചാരങ്ങൾ എന്നെ തീണ്ടിയിട്ടേയില്ല. സ്വാമിക്കറിയോ, ഉള്ളിൽ തട്ടാത്ത ഒരു വരി പോലും ഞാനിതിൽ എഴുതിയിട്ടില്ല. അതാണ് സത്യം. ഇതുകൊണ്ട് കുളിച്ചോടാൻ പറയുന്നില്ല. എന്നെ കാത്തു കഴിയുന്ന എന്റെ കുടുംബം, എന്നെല്ലാ ശക്തിയും പ്രയോഗിച്ചിട്ടും ഇന്നും ദാരിദ്ര്യ ദുഃഖത്തിൽ കഴിയുന്ന എന്റെ കുടുംബം വചനങ്ങൾ നശിപ്പിക്കണോ? ഇല്ല സ്വാമി, ഇല്ല. ശ്രമിച്ചു. ഇല്ലാത്ത ശക്തി ഉണ്ടാവാൻ